ഏവർക്കും നമസ്കാരം. ഉത്തരായന കാലം, ഫാൽഗുണമാസം, ശുക്ലപക്ഷ മന്ദവാരം. ഏവർക്കും നല്ലൊരു സുദിനം നേരുന്നു. മോക്ഷം അഥവാ ദേവനും ഞാനും ഒന്നായിത്തീരുന്നു എന്നുള്ള തത്വം അല്ലേ? കെട്ടുകളായത് കർമ്മം പുരുഷനു, കെട്ടുകളറ്റേ മുക്തി വരൂ ദൃഢം. നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെന്താ? മൽപ്രാണനും പരനും ഒന്നൊന്നുറപ്പവനും. ഈശ്വരനും ഞാനും ഒന്നായിത്തീരുന്ന നിമിഷം എത്ര ബൃഹത്കരമായിരിക്കുന്ന ഒന്നാണ്. ഈശ്വരനിലേക്ക് താതാമ്യം പ്രാപിക്കേണ്ട സമയമാണ്. പ്രാർത്ഥനകൾ, സന്ധ്യാദീപം തെളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥ, ഇതൊക്കെ ഈശ്വരനെ തന്നിലേക്ക് അടുപ്പിക്കും എന്നുള്ളതാണ്. ഈശ്വരനും ഞാനും ഒന്നായിത്തീരുന്ന നിമിഷങ്ങളാണത്. അകന്നു പോകരുത് എന്നുള്ളതാണ്. ഈശ്വരനിലേക്ക് താതാമ്യം പ്രാപിക്കുക. മൽപ്രാണനും പരനും ഒന്നൊന്നുറപ്പവൻ എന്ന് പറയുന്നത് പോലെ എന്തായിപ്പം ജനനത്തിന് മുമ്പും ജനനത്തിന് ശേഷവും അറിവിൻ്റെ മഹാകുംഭമാണ് മനുഷ്യൻ. ആ മനുഷ്യനിൽ അന്തർലീനമായി കിടക്കുന്ന ഒട്ടനവധി സവിശേഷതകളുണ്ട്. അത് ഈശ്വര ജപത്തോടുകൂടിയും ഈശ്വരാരാധനയോടുകൂടിയും ഉണർത്തുവാൻ സാധിക്കും. അങ്ങനെ ഇല്ലാതെ വരുന്നതാണ് ഈ തലമുറ. ഒന്ന് നോക്കൂ, എല്ലാം മാരകമായിരിക്കുന്ന മയക്കുമരുന്നിൻ്റെയും അടിമപ്പെട്ടുകൊണ്ട് സ്വന്തം മാതാവിനെയും പിതാവിനെയും സഹോദരങ്ങളെയും തലക്കടിച്ചു കൊല്ലുന്ന അവസ്ഥ എല്ലാ ദിവസവും ഇന്ന് മാധ്യമങ്ങളിലും നമ്മൾ കണ്ടുവരുന്നതാണ്. ഇതിൻ്റെയൊക്കെ മർമ്മപ്രധാനമായിരിക്കുന്ന അവസ്ഥ തന്നിൽ ഈശ്വരനില്ല എന്നുള്ളതാണ്. താതാമ്യം പ്രാപിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം വീട്ടുകാരുടെ തന്നെയാണ്. പ്രചോദനം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ. പഴയ കാലഘട്ടത്തിൽ പ്രചോദനം കൊടുക്കുകയുള്ളൂ. ഈശ്വരനാമം ജപിക്കുവാനും ക്ഷേത്ര ദർശനത്തിനും പറഞ്ഞു വിടും. ഇന്നതില്ല. എന്നിട്ട് നാം നമ്മളെ തന്നെ പഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യവുമില്ല. ഇത് കലിയുഗമാണ്. കലിയിൽ ഈശ്വരനെ ഭജിക്കുക എന്നുള്ളത്. രാമ പാഹിമോ രാമവാദം ചേരണേ എന്നെങ്കിലും ഒരിക്കൽ ഞാൻ രാമവാദം ചേരും. അതുതന്നെയാണ് നേരത്തെ ആദ്യ തുടക്കത്തിലേ പറഞ്ഞു. ഈശ്വരനിലേക്ക് ഞാൻ എടുക്കുന്നു. ഈശ്വരൻ ഞാനും ഒന്നായിത്തീരുന്ന നിമിഷമാണ് മോക്ഷം. അതുതന്നെയാണ് പ്രേതകർമ്മവും പിതൃതർപ്പണവും. ഇതൊക്കെ വിധിയാമണ്ണം അനുഷ്ഠിച്ചാൽ പോസിറ്റീവായിരിക്കുന്ന ഒരു എനർജി നമ്മുടെ അന്തരാളത്തിലുണ്ടാകുമെന്നതിൽ സംശയമില്ല. നന്മയുണ്ടാകും. ഏവർക്കും നല്ലത് വരട്ടെ. കരിനീലിയമ്മയും സർവ പടിമാന മക്കളുടെ അനുഗ്രഹ ആശസ്സുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനുണ്ടാകാറാകട്ടെ. ഓം നമഃ ശിവായ. ശംഭോ മഹാദേവ. പ്രപഞ്ചനാഥായ.